നമുക്കൊപ്പം ചേർന്നത് കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾ തുടരുകയാണ്. ട്രംപിന്റെ പദ്ധതി പൂർണ്ണമായും അംഗീകരിക്കാതിരുന്ന ഹമാസ് 3 ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് ഇപ്പോൾ ഉയർത്തുന്നത്. അതേസമയം ചർച്ചകൾ തുടരുന്നതിനിടെയും ഗാസയിൽ ആക്രമണവും തുടരുകയാണ് ഇസ്രായേൽ. MG മിഥുൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ഈ ഗാസ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഈ ബന്ദിമോചനം എന്ന് പറയുന്ന ആവശ്യമാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ, 1ാം ഘട്ട ചർച്ചയിൽ വളരെ ശുഭ സൂചനകളാണ് മുന്നോട്ട് വന്നത്. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഈ ഹമാസ് പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? അത് ഈ ചർച്ചയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ചർച്ചയെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഹമാസിന്റെ ആവശ്യങ്ങൾ മാറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ആര്യ, എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ചില ചർച്ചകൾ തന്നെയാണ് കെയ്റോയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള, ഇന്നും നാളെയും ഒക്കെയായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ഈജിപ്തിന്റെ മധ്യസ്ഥയിൽ തുടരുകയും ചെയ്യും. മറ്റൊന്ന്, ഇതിനിടയിൽ തന്നെ ട്രംപിന്റെ സംഘം, ട്രംപ് നിയോഗിച്ചിട്ടുള്ള ഈ ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ള സംഘം കെയ്റോയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ ഒരു ചർച്ചകളുടെ ഭാഗമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഹമാസ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിലാണ് ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് ഇത്ര ദിവസത്തേക്ക് മാത്രം പാടില്ല, അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കണം. മറ്റൊന്ന്, ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം. മറ്റൊന്ന്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള നിയന്ത്രണം പാടില്ല, അതൊക്കെ കൃത്യമായി നടക്കണമെന്നുള്ള ഉപാധികളാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസ് എന്നുള്ളതാണ്. മറ്റൊന്ന്, കുടിയിറക്കപ്പെട്ടവർക്ക് വീടുകളിലേക്ക് തിരിച്ചു വരാൻ അവസരമുണ്ടാക്കണം. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന സ്വതന്ത്ര പലസ്തീൻ സമിതിയുടെ മേൽനോട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. തടവുകാരുടെ കൈമാറ്റത്തിന് മാന്യമായ കരാർ ഉണ്ടാക്കണം എന്നിവയാണ് മറ്റുപാധികൾ. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുകയാണ്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സുഗമമായി നടക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഹമാസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനോട് ഇതുവരെയും ഇസ്രായേൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് നടക്കുന്ന ചർച്ചയൊക്കെ ഈ വിഷയം എന്തായാലും ഉയർന്നു വരികയും ചെയ്യും. ഇക്കാര്യത്തിൽ ഇസ്രായേൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചില സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി ഈ ഒരു വിഷയത്തോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. കാരണം നിലവിൽ ഈ ബന്ധു കൈമാറ്റമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു തരത്തിലുമുള്ള പരാമർശം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോഴും ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു തരത്തിലും ഇനി ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന്. പക്ഷേ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇപ്പോഴും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും 24ഓളം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വലിയ രീതിയിലുള്ള ആക്രമണം ഗാസയെ മുൻപിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ ചർച്ചകൾ നടക്കുമ്പോൾ പോലും അങ്ങനെയുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എവരെയും ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതേതെങ്കിലും തരത്തിൽ ഈ സമാധാന ചർച്ചകളെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനോട് ഹമാസിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഹമാസും തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. നമ്മൾ ഒരു വർഷം മുമ്പ് എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിലേക്ക് ഇപ്പോഴുള്ള സമാധാന ചർച്ചകൾക്കിടെ ആ ഒരു ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം